must learn. Please subscribe. Welcome back. നമ്മളിന്ന് ജസ്റ്റ് നോക്കാൻ പോകുന്നത് മാത്സിൽ കുറച്ച് കാര്യങ്ങളാണ്. നോക്കാം. ഫസ്റ്റ് നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ നോക്കേണ്ടത്. വി യൂസ് 10 സിമ്പിൾസ് 0, 1, 2, 3, 4, 5, 6, 8, 9 വരെ ഉള്ളതിനെ 10 സിമ്പിൾസിനെ പറഞ്ഞാണ് ഡിജിറ്റ്സ് എന്ന്. പിന്നെ 0 ഇസ് ഇൻസിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് എന്ന് പറയും. പിന്നെ ഓതേഴ്സിന് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ്. പിന്നെ ന്യൂമറൽസ് ആണ് എ ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റ്സ് റെപ്രസെൻറ്റിങ് ആൻഡ് നമ്പേഴ്സ് ന്യൂമറൽസ് എന്ന് പറയും. ജസ്റ്റ് അടുത്ത് നോക്കാം. പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ The place value of digit is the place at which digit is present in the numerals. This example നോക്കുന്നത് മനസ്സിലാവും. ഈ നമ്പർ 5, 1, 2, 3, 2 അതിൽ 3 ആണ്. പ്ലേസ് വാല്യൂ ഓഫ് 3 കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ പറയല്ലോ ജസ്റ്റ് ഒറ്റ 10 അതുപോലെ ആ പ്ലേസ് വാല്യൂ ഇൻറ്റു എത്രാമത്തെ സ്ഥാനത്താണ് അതേ ഇൻറ്റു അത്. അപ്പോൾ 3 × 10 = 30. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കാം. ദ ഡിഫറൻസ് ഇൻ ദ പ്ലേസ് ഓഫ് വാല്യൂ ബോത്ത് ദ 6 ഇസ് ഇൻ 9, 6, 4, 3, 6, 2 ഈസ് 2 6 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്തൊക്കെ 9, 6, 4, 3, 2 2 6 നമ്മൾ അടയാളപ്പെടുത്തി. ജസ്റ്റ് 6ൻ്റെ അതേ സ്ഥാനത്ത് 0 നമ്മൾ ജസ്റ്റ് കൊടുക്കുക. 0 0. പിന്നെ നെക്സ്റ്റ് 6 ഫസ്റ്റ് 6ൻ്റെ പ്ലേസാണ്. പിന്നെ നെക്സ്റ്റ് 6ൻ്റെ ഒറ്റ 10 അപ്പോൾ അപ്പോൾ 60 വരും. 6 0. പിന്നെ നമുക്കിത് ചോദിച്ചിരിക്കുന്ന ഡിഫറൻസ് ഇൻ ദ പ്ലേസ് വാല്യൂസ് ആണ്. അപ്പോൾ 60,000 മൈനസ് 60 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് കിട്ടും 0 ചെയ്യുക. പിന്നെ 4 59440. ആൻസറായിട്ട് ഓപ്ഷൻ ബി ആയിട്ട് വരും 59440 59,440. പിന്നെ അടുത്ത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്പേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അതിനെ ഡിനോട്ട് ചെയ്യേണ്ട ക്യാപിറ്റൽ ലെറ്റർ N ആണ്. പിന്നെ ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് എക്സെപ്റ്റ് 0 ഒഴിവാക്കിയിട്ടുള്ള എല്ലാ കൗണ്ടിങ് നമ്പേഴ്സിനെയാണ് പറഞ്ഞത്. 1, 2, 3, 4, 5 അതിനാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയേണ്ടത്. 7. പിന്നെ രണ്ടാമത് വരുന്നതാണ് ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ അതിനെ ഡിനോട്ട് ചെയ്യേണ്ട സിമ്പിൾ പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ W ആണ്. പിന്നെ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് അലോങ് വിത്ത് 0 അടങ്ങിയിട്ടുള്ള എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുക. 0, 1, 2, 3, 4 ഇതിനെ. അടുത്ത സ്ലൈഡ് നോക്കാം. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ്. ഇതിനെ ഡിനോട്ട് ചെയ്യേണ്ട സിമ്പിൾ പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ I ആണ്. പിന്നെ ദ കളക്ഷൻ ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ് അലോങ് വിത്ത് ദ നെഗറ്റീവ് നമ്പേഴ്സ് അടങ്ങിയിട്ടുള്ള ഹോൾ നമ്പേഴ്സിനെ എല്ലാ നമ്പേഴ്സിനെയാണ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ് എന്ന് പറയുക. -4, -2, 0, 1, 3, 4 ഇതിൽ നെഗറ്റീവ് ഇൻറ്റഗ്രേഴ്സ് വെച്ചാൽ -4ഉം -2 ആണ് വരുന്നത്. പിന്നെ പോസിറ്റീവ് ഇൻറ്റഗ്രേഴ്സ് പറഞ്ഞാൽ 1, 3, 4 അങ്ങനെ എക്സെട്ര വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. പിന്നെ നാലാമത്തെ റാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. എ നമ്പർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് P/Q വേർ P ആൻഡ് Q ആർ ഇൻറ്റഗ്രേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. Q എന്തായാലും ഒരിക്കലും നോട്ട് ഈക്വൽ ടു 0 അല്ല. എക്സാമ്പിൾ വെച്ചാൽ 4/9 3/2 അതിനാണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. Q നോട്ട് ഈക്വൽ ടു 0. ഈ 2ൻ്റെ സ്ഥാനത്ത് ഒരിക്കലും 0 ആവില്ല എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഇറാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ കാൺ ബി എക്സ്പ്രസ്ഡ് ദ P/Q എന്ന ഫോമിൽ യൂസ് ചെയ്യില്ല എന്നാണ്. √2, √3, √7
ഇതാ √2 √3 √7 അതിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക. പിന്നെ സെയിം റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക റിയൽ നമ്പേഴ്സ്. ഓൾ റാഷണൽ നമ്പേഴ്സാണ്. ഇറാഷണൽ നമ്പേഴ്സിനാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. 7/9 √2 √5 6/9 അതിനൊക്കെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുക. കാരണം ഓൾ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിനാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയണമെന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കാം ഈവൻ നമ്പർ. ഈവൻ നമ്പേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2. രണ്ടുകൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റേണ്ട എല്ലാ കൗണ്ടിങ് നമ്പേഴ്സിനെയും നമ്മൾ ഈവൻ നമ്പർ പറയാം. 2 4 6 8 10 12 അതിനൊക്കെയാണ് ഈവൻ നമ്പേഴ്സ് നമ്മൾ പറയേണ്ടത്. പിന്നെ നെക്സ്റ്റാണ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. രണ്ടുകൊണ്ട് ആയിരിക്കാൻ പറ്റാത്ത നിശേഷമായിരിക്കാൻ പറ്റാത്ത എല്ലാ സംഖ്യകളെയും അത് നമ്മൾ ഒറ്റ സംഖ്യ എന്ന് പറയില്ലേ, 1 3 5 7 9 അതിനൊക്കെയാണ് 11 13 അതിനൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് സ്ലൈഡ്. പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സാണ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ് ദാറ്റ് ഈസ് 1 ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഒന്നും പിന്നെ ആ സംഖ്യനെ കൊണ്ടും ഹരിക്കാൻ പറ്റേണ്ട എല്ലാ നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുക. അതിൽ 2 3 5 7 11 13 അതൊക്കെയാണ് പ്രൈം നമ്പേഴ്സായിട്ട് വരുന്നത്. പ്രൈം നമ്പേഴ്സ്. പിന്നെ 2 ഈസ് ദ ഓൺലി ഈവൻ നമ്പർ. 2 മാത്രമാണ് ഈവൻ നമ്പർ ആയിട്ടുള്ള പ്രൈം നമ്പർ, ഈവൻ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് കോ പ്രൈം നമ്പേഴ്സ്. കോ പ്രൈം നമ്പേഴ്സ് പറഞ്ഞാൽ 2 നാച്ചുറൽ നമ്പേഴ്സ്, 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും, അതിനാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് പറയുക. എക്സാമ്പിളായിട്ട് 1 1 2 അതൊക്കെയാണ് 2 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാവും, അതിനാണ്. പിന്നെ ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആവും. നമ്മൾ എക്സാമ്പിൾ നോക്കാം. 9 2 അതിൻ്റെ 9ൻ്റെ 1 കൊണ്ടായിരിക്കും നിശേഷമായിരിക്കും, 3 കൊണ്ടും പിന്നെ അതേ സംഖ്യ കൊണ്ടോ 9 കൊണ്ടോ. പിന്നെ 2 1 കൊണ്ടും 2 കൊണ്ടും സെയിം സംഖ്യ. അതിൽ കോമൺ ആയിട്ട് ഹയസ്റ്റ് വരേണ്ട ഫാക്ടർ ഉണ്ടല്ലോ, അത് വരുമ്പോഴാണ് അതിനെയാണ് നമ്മൾ കോ പ്രൈം നമ്പേഴ്സ് പറയുക. ഇതിനെ ഓൾസോ കോൾ ചെയ്യേണ്ട റിലേറ്റീവ് പ്രൈം നമ്പർ എന്നാണ്. പിന്നെ അടുത്തടുത്തായിട്ടുള്ള 5 കഴിഞ്ഞ 6 അതിനൊക്കെ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. എക്സാമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. 7/8 അതും കോ പ്രൈം നമ്പേഴ്സാണ്. ഇത് ഓൾസോ കോൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ റിലേറ്റീവ് പ്രൈം നമ്പേഴ്സ് എന്നാണ്. നോക്കാം. സ്ലൈഡ് മാറി. 10 composite number. A composite numbers is one which has other factors besides 1 and itself. Thus it is non-prime numbers. Non-prime നമ്പേഴ്സിനാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. കാരണം പ്രൈം നമ്പർ അല്ലാത്ത എല്ലാ ഐറ്റത്തിനെയാണ് കോമ്പോസിറ്റ് നമ്പർ അറിയാം. 4 അല്ല 1 കൊണ്ടും പിന്നെ അല്ല അതേ സംഖ്യനെ കൊണ്ടും പിന്നെ വേറെ സംഖ്യകളുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം. പിന്നെ പറഞ്ഞാൽ 4 6 9 14 15 കൊണ്ട് 1 കൊണ്ടും 3 കൊണ്ടും 5 കൊണ്ടും 15 കൊണ്ടും വിശേഷം അരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് വരുന്നുണ്ട്. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ദീസ് ആർ സീരീസ് ഓഫ് നമ്പേഴ്സ് ഡിഫറിങ് ബൈ 1 ഇൻ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. 12 13 14 15 16 അതിനൊക്കെ ഡിഫറെൻ്റ് 1 കൊണ്ടാണ്. ഡിഫറിങ് ബൈ 1 കൊണ്ടാണ് ഡിഫർ ചെയ്യുന്നുണ്ട്. അതിനാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുക. പിന്നെ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സിൽ 4 6 അതിൻ്റെ ഡിഫറൻസ് 2 ആണ്. അങ്ങനെ 2 2 വരുമ്പോൾ 4 6 8 9 10 12 അതിനാണ് ഈവൻ നമ്പേഴ്സ്. പിന്നെ കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ്. 7 11 13 17 പ്രൈം നമ്പേഴ്സിൻ്റെ ഓർഡേഴ്സിലാണ് കോൺസിക്യൂട്ടീവ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് പ്ലീസ് സബ്സ്ക്രൈബ്. മസ്റ്റ് ലേൺ. സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. താങ്ക് യു.